ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനയുടെ നിർബന്ധപ്രകാരം സ്റ്റാൻലി തന്നെ അലീനയും ഔതുക്കുട്ടിച്ചായനും പുനലൂരിലുള്ള കൊട്ടാരമറ്റം തറവാട്ടിൽ എത്തിക്കുന്നുണ്ട്. അലീനയ്ക്ക് വേണ്ടത്ര സ്വീകരണമൊന്നും ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. സ്റ്റാൻലി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവരാരും എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ സ്റ്റാൻലി പോയതിനു ശേഷം ഇതിന്റെ പേരിൽ ഔതുക്കുട്ടിച്ചായനും ആൻസിയും തമ്മിൽ വലിയൊരു വാക്പോര് നടക്കുന്നുണ്ട്. ഒരു കണക്കിനാണ് അലീന ഔതുക്കുട്ടിച്ചായനെ ആ വഴക്കിൽ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ട് പോരുന്നത്. ഔതുക്കുട്ടിച്ചായന്റെ മുറിയിലെത്തിയ ശേഷം അലീന ചോദിക്കുകയാണ്, വല്യപ്പച്ചൻ എന്തിനാ അവരോട് വഴക്കിടാൻ നിൽക്കുന്നേ? ആര് വഴക്കിട്ടെന്നാ? അവളുടെ വർത്തമാനം നീ കേട്ടില്ലേ മോളെ? വല്യപ്പച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ മാത്രം താഴേണ്ട ആവശ്യം എന്താ മോളെ? നമ്മളേതാണ്ട് വലിയ കുറ്റം ചെയ്ത പോലെയാണല്ലോ അവരുടെ സംസാരം. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി വല്യപ്പച്ചൻ സംസാരിക്കേണ്ട. അതുകൊള്ളാം, എന്നാ പിന്നെ മോൾ ഇന്ന് പട്ടിണി കിടന്നു. പച്ച വെള്ളം തരികയല്ല അവള്. എന്തായാലും പുനലൂർക്ക് വരാനുള്ള കൊതി അങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. വല്യപ്പച്ചൻ ഇനി അവരുടെ കൂടെ നിന്നാ മതി, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കളയാം. നാളെ രാവിലെ തന്നെ നമുക്കങ്ങ് പോയേക്കാം. ഇത് കേട്ട് പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് അലീന ചോദിക്കുകയാണ്, റാണി ആൻറ്റിക്ക് കൊടുക്കാനുള്ള മരുന്ന് എവിടെ വല്യപ്പച്ച വെച്ചിരിക്കുന്നത്? അത് അവളുടെ മുറിയിൽ തന്നെ കാണും. അവിടെ ഒരു ചില്ലലമാരയുണ്ട്, അതിലാ സാധാരണ മരുന്ന് വെക്കാറുള്ളത്. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖഭാവം മാറി. അതെന്താ വല്യപ്പച്ച അങ്ങനെ? രോഗിയുടെ മുറിയിൽ തന്നെയാണോ മരുന്ന് വെക്കുന്നത്? അതും മാനസിക വിഭ്രാന്തിയുള്ള ഒരു രോഗിയുടെ. ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അവൾക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. സ്വന്തമായി മരുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നവളാ. ചില സമയത്ത് ചെറിയൊരു ഇളക്കം വരുന്നു മാത്രം. അത് നീ വിചാരിക്കുന്ന പോലെ വിഭ്രാന്തി വെപ്രാളമൊന്നുമല്ല. ഇത് കേട്ട് അലീന പറയുകയാണ്, ആ അതെനിക്ക് റാണിയാനിയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോഴേക്കും ഔതുക്കുട്ടിച്ചായൻ ചൂടാവാൻ തുടങ്ങി. നിനക്ക് എന്ത് മനസ്സിലായെന്നാ? നീ വിചാരിക്കുന്ന പോലെ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നതാ. ചിലപ്പോൾ എന്നെ കാണാഞ്ഞിട്ടായിരിക്കും. കുറച്ച് ദിവസമായില്ലേ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ച റാണി ആൻറ്റി ഒരു മകളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ഒരു മോളുണ്ടെന്നും അതിനെ തിരിച്ചു കിട്ടണമെന്നും. എൻ്റെ അത്രയും വലിയ കുട്ടിയായിട്ട് എനിക്ക് വേണ്ടാന്നൊക്കെ റാണി ആൻറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ. അതെന്താ? ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായൻ ചെറുതായി ഒന്ന് പരുങ്ങുന്നുണ്ട്. ഓ അതോ, അതാണ് അവളുടെ കുഴപ്പം. ഈ ഇളക്കം വരുമ്പോൾ അവളുടെ വിചാരം അവൾക്കൊരു മോളുണ്ടെന്നാ. അതിനെല്ലാവരും ചേർന്ന് ഒളിപ്പിച്ചു വെച്ചെന്നോ കൊന്നു കളഞ്ഞെന്നോ ഒക്കെയാണ് അവളുടെ പറച്ചിൽ. മരുന്ന് കഴിച്ചാൽ മാറിക്കോളും, പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മോള് ശരിക്കും ഉണ്ടായിരുന്നതാണോ? എവിടെന്ന്? അതൊക്കെ അവളുടെ വെറും തോന്നല കൊച്ചേ. ഇത് കേട്ട് അലീന ഔതുക്കുട്ടിച്ചായനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഔതുക്കുട്ടിച്ചായൻ നോട്ടം മാറ്റിക്കളഞ്ഞു. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഇനി മരുന്ന് കഴിപ്പിക്കണ്ടേ വല്യപ്പച്ച? ആ കഴിപ്പിക്കണം. എങ്കിൽ കാണിച്ചതാ, ഞാൻ മരുന്ന് കൊടുക്കാം. ഔതുക്കുട്ടിച്ചായൻ അലീനയും കൂട്ടി ഷെറിന്റെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ഔതുക്കുട്ടിച്ചായൻ വന്ന് ലൈറ്റ് ഇട്ടു. ഷെറിൻ എപ്പോഴും ജനാലയ്ക്കരികിൽ തന്നെ ഇരിപ്പുണ്ട്. ഷെറിന്റെ ഗുളിക ഇട്ട് വെച്ചിരിക്കുന്ന ഡബ്ബയെല്ലാം അലീനയ്ക്ക് കാണിച്ചു കൊടുത്തു. ഗുളിക കൊടുക്കേണ്ട വിധവും പറഞ്ഞു കൊടുത്തു. അത് നോക്കിയിട്ട് അലീന പറയുകയാണ്, ഇതിലൊന്ന് ഉറക്ക ഗുളികയാണല്ലോ വല്യപ്പച്ച. ആ അതും അവൾക്ക് കഴിക്കാനുള്ളത് തന്നെയാ. അല്ല വല്യപ്പച്ച, ഇത് ഇത്രയും ഇവിടെ വെക്കുന്നത് സേഫാണോ? അതിനെന്താ കുഴപ്പം? അലീന ഒന്നും മിണ്ടാതെ അലമാര തട്ടുകൾ വീണ്ടും പരിശോധിച്ചു. അലമാരയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ മൂട്ടയ്ക്കുള്ള മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ഒരു കീടനാശിനിയുടെ ബോട്ടിൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മനോവിഭ്രാന്തിയുള്ള ഒരാളുടെ മുറിയിൽ സൂക്ഷിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളാണോ? ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഞാനല്ല മോളെ, ഇതൊക്കെ റോബിച്ചിന്റെ പണിയാ. ഇവിടെ ആവുമ്പോൾ പിള്ളേരാരും കയറി വരില്ല. അവരുടെ കാലും കൈയും എത്താത്തിടത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ ഇവിടെ കൊണ്ടുവച്ചത്. ശോ, ഒരു മാനസിക വിഭ്രാന്തി വരുമ്പോൾ ഇതെടുത്ത് കഴിക്കാൻ തോന്നിയാൽ എന്തായിരിക്കും വല്യപ്പച്ച സംഭവിക്കുന്നത്? അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആ മറുപടി എന്തായാലും അലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ പറയുന്നുണ്ട്, എന്നാ പിന്നെ കുറച്ച് കടാരയും ഒരു പ്ലാസ്റ്റിക് കയറും നല്ല മൂർച്ചയുള്ള ബ്ലേഡും ഉണ്ട നിറച്ചൊരു തോക്കും കൂടി ഇതിനകത്തോട്ട് വെച്ചേക്ക്. എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാലോ. അലീനയുടെ നോട്ടത്തിന്റെ തീഷ്ണതയും സംസാരത്തിന്റെ മൂർച്ചയെല്ലാം ഔതുക്കുട്ടിച്ചായനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. റോബോട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നതെന്ന് ഔതുക്കുട്ടിച്ചായൻ അറിയാം. മാസങ്ങളായി അതവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുള്ളതായി ഔതുക്കുട്ടിച്ചായൻ ഇതുവരെ തോന്നിയിട്ടുമില്ല. അയാൾ അല്പനേരം ചിന്താധീനനായിരുന്നു. ആ അലീന പറയുന്നുണ്ട്, ആ വല്യപ്പച്ചൻ പൊക്കോ, ഏതായാലും ഈ മരുന്ന് ഞാൻ കൊടുത്തോളാം. ഔതുക്കുട്ടിച്ചായൻ അത് കേട്ടുകൊണ്ട് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അലീന ചെന്ന് ഷെറിന്റെ അടുത്തുള്ള ജനാല തുറന്നു. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന പോലെ ഷെറിൻ ചോദിക്കുകയാണ്, ആരാ അത്? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഇത് ഞാനാ അലീന. ആരോട് ചോദിച്ചിട്ടാ ജനല തുറന്നിട്ടത്? അല്പം വെളിച്ചം കിട്ടാൻ വേണ്ടി തുറന്നിട്ടതാ. എന്താ റാണിയാൻ്റിക്ക് വെളിച്ചം വേണ്ടേ? ആ വേണം. അലീന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഷെറിന്റെ കട്ടിലിൽ വന്നിരുന്നു. ആൻറ്റി ഈ മരുന്ന് കഴിക്കി.
ഷെറിനാണെങ്കിൽ ഞൊടിയിടയിൽ അത് തട്ടിക്കളഞ്ഞു. അലീന ആ ഗുളികളെല്ലാം പെറുക്കിയെടുത്ത് വീണ്ടും ഷെറിന് നേരെ നീട്ടി. തട്ടിക്കളയരുത്, കഴിച്ചിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം. ഇത് കേട്ടതും ഷെറിൻ അവളുടെ കയ്യിൽ നിന്ന് ഗുളികകൾ വാങ്ങി. അല്പം സമയം അത് കയ്യിൽ ചുരുട്ടി പിടിച്ച ശേഷം ചുമരിന് നേരെ എറിഞ്ഞു. എന്നിട്ട് അവൾ പതിയെ ചിരിക്കാൻ തുടങ്ങി. അലീന അല്പം സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് ജനൽപ്പടിയിൽ വെച്ചു. ഷെറിൻ തല ചൊറിയാൻ തുടങ്ങി. അലീന മേശപ്പുറത്തിരുന്ന് ചീർപ്പെടുത്ത് ഷെറിന്റെ മുടിയെല്ലാം ജട തീർത്ത് ചീകി ഒതുക്കി. ഷെറിനാണെങ്കിൽ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അലീനയ്ക്ക് മുമ്പിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു. വളരെ സമയമെടുത്ത അലീന ആ മുടിയെല്ലാം ചീകി ഒതുക്കിയത്. ഷെറിൻ ഒറ്റ നിമിഷം കൊണ്ട് ചീകി ഒതുക്കിയ മുടിയെല്ലാം താറുമാറാക്കി. അലീന രണ്ടാമത് അവളുടെ മുടി വൃത്തിയായി ചീകി വെച്ചു. ഇത്തവണയും ഷെറിൻ അത് ചിക്കി ചികഞ്ഞും നാശമാക്കി കളഞ്ഞു. ഒട്ടും ദേഷ്യപ്പെടാതെ വളരെ സ്നേഹത്തോടെ തന്നെ അലീന മൂന്നാമതും ഷെറിന്റെ മുടി ചീകി ഒതുക്കി കൊടുത്തു. ഷെറിൻ കൈ രണ്ടും തലയിൽ വെച്ച് അലീനയോട് ചോദിക്കുകയാണ്, കളയട്ടെ? അലീന ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഷെറിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എന്താ, എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ ദേഷ്യം തോന്നാത്തെ? പറ, എനിക്കിപ്പം അറിയണം. ഷെറിൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്കറിയാം. എന്തറിയാം? ഇത് ഒരുപാട് സ്നേഹമുള്ള ഒരു അമ്മയാണെന്ന്, ഒരുപാട് സങ്കടം അനുഭവിച്ച ഒരു അമ്മയാണെന്ന്. ഇത് കേട്ടതും ഷെറിന്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് അലീന ശ്രദ്ധിച്ചു. ആ മുഖത്ത് സങ്കടവും നിരാശയും നിറഞ്ഞു. പെട്ടെന്ന് അലീന ഷെറിന്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ആൻറ്റി വിഷമിക്കണ്ടാട്ടോ. ഞാനും ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. അനാഥാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം, അതുപോലെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെ എനിക്കറിയാം. ഇത്രയും കേട്ടപ്പോഴേക്കും ഷെറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. ഒരിക്കൽ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മകൻ പ്രണയിച്ച പെൺകുട്ടിയാണല്ലോ ഇതെന്ന് അലീന ഓർത്തു. വിഷമിക്കണ്ടാട്ടോ, ഞാനുണ്ട് കൂട്ടിന്. നമുക്ക് എവിടെയാണേലും കണ്ടുപിടിക്കാം. അലീന ഷെറിനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് വെള്ളവും മരുന്നെടുത്ത് ഷെറിന് നേർക്ക് നീട്ടി. അവൾ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അതെടുത്ത് കഴിച്ചു. ശേഷം അലീന ഷെറിനെ കട്ടിലേക്ക് ചാരിക്കിടത്തി. അവളുടെ കൺപോളകൾ അടയുന്നതുവരെ ഷെറിൻ അലീനെ തന്നെ നോക്കിക്കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായ മുറിയിലേക്ക് വന്നു. കിടക്കയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, ആ, ഉറങ്ങിയോ? ഉറങ്ങി. മരുന്ന് കഴിച്ചോ? ആ, അതെല്ലാം കൊടുത്തു. ഔതക്കുട്ടിച്ചായൻ അലീനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അവൾ കളക്കം തുടങ്ങിയ പിന്നെ പാടാ മോളെ അവളെ കൊണ്ട് ഗുളിക കഴിപ്പിക്കാൻ. അലീന കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. തുടർന്ന് അലമാരയിലിരുന്ന് വിഷക്കുപ്പികളെല്ലാം എടുത്ത് ഔതക്കുട്ടിച്ചായൻ്റെ കയ്യിൽ കൊടുത്തു. തൽക്കാലം ഇതിവിടെ വെക്കട്ട, വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ മതി. അത് സാരമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ആ വിഷക്കുപ്പികളെല്ലാം എടുത്ത് തൻ്റെ മുറിയിലേക്ക് പോയി. അല്പം സമയത്തിന് ശേഷം ഔതക്കുട്ടിച്ചായൻ തിരിച്ച് അലീനയുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നീ വാ, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. നിനക്ക് ഇവിടെ എല്ലാം കാണണ്ടേ? അത്രയും പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അലീനയും കൂട്ടി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇരുവരും ഇറങ്ങി പോകുന്നത് കണ്ട് ആൻസി റോബിച്ചനോട് ചോദിക്കുകയാണ്, എത്ര ദിവസം കാണും ഈ പുതിയ അവതാരം? ഇത് കേട്ട് റോബിച്ചൻ പറയുന്നുണ്ട്, 1-2 ദിവസം കഴിയുമ്പോൾ അവനങ്ങ് പോയിക്കോളും. അപ്പം ആൻസി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം മുന്നമേ പറഞ്ഞേക്കാം. എൻ്റെ കൈകൊണ്ട് ഞാൻ ഒന്നും വെച്ച് വിളമ്പി കൊടുക്കത്തില്ല. പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയാ, അല്ലാതെ നിങ്ങളുടെ ചേട്ടൻ്റെ രഹസ്യപുത്രയ്ക്ക് വെച്ച് വിളമ്പി കൊടുക്കാനല്ല. ഇത് കേട്ട് റോബർട്ട് പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ ബേജാറാവുന്നേ? അതൊക്കെ അപ്പച്ച നോക്കിക്കോളും. നീ അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. മഴത്തോര് മുമ്പേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്